ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ പറയുവാനാണ് പോകുന്നത്. ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഡിസ്കസ് ചെയ്യാനായിട്ടും കൂടിയാണ് പോകുന്നത്. അതായത് ഈ റീസെന്റ് ആയിട്ട് നമ്മൾ പാകിസ്ഥാനിൽ കണ്ടൊരു ന്യൂസ് ഉണ്ടല്ലോ. അതായത് ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പാകിസ്ഥാൻ ട്രെയിന് ഹൈജാക്ക് ചെയ്യുകയും അതിലെ പാസഞ്ചേഴ്സിനെയൊക്കെ ബന്ദികളാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ന്യൂസിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം അറിയിച്ചുകൊണ്ട് അപ്പോൾ ഗായ്സ് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. പേഷ്വാർ കൊറ്റ റൂട്ടിലേക്ക് പോകുന്ന ഒരു ട്രെയിനാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയിലെ അംഗങ്ങൾ ഹൈജാക്ക് ചെയ്തത്. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന്റെ ട്രാക്കിലേക്ക് ബോംബെറിഞ്ഞ് അങ്ങനെ ട്രെയിൻ നിർത്തിച്ചുകൊണ്ടാണ് ഈ ഇങ്ങനെ ഹൈജാക്ക് ചെയ്തിട്ടുള്ളത്. ഈ പേഷ്വാർ കൊറ്റ റൂട്ടിലേക്ക് പോകുന്ന ജാഫർ എക്സ്പ്രസ് ആണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഹൈജാക്ക് ചെയ്തു എന്ന് അവകാശപ്പെടുന്നത്. അതിൽ ഏകദേശം 400 മുതൽ 550 പാസഞ്ചേഴ്സാണുള്ളത്. അതിലെ തന്നെ ഭൂരിഭാഗവും പാകിസ്ഥാൻ ആർമിയും ISI ഏജൻസി ഉണ്ട് എന്നൊക്കെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവകാശപ്പെടുന്നു. പാകിസ്ഥാൻ പട്ടാളവുമായി അവർ പോരടിക്കുകയും ഏകദേശം 12ഓളം പാകിസ്ഥാൻ സൈനികർ വീരമൃത്യു വരിക്കുകയും ചെയ്തു. റംസാൻ അവധിക്ക് ആകർഷിക്കുവാനായി പോകുന്ന പാസഞ്ചേഴ്സാണ് ട്രെയിനിലുണ്ടായിരുന്നത്. ഇപ്പോൾ ട്രെയിൻ ഹൈജാക്ക് ചെയ്ത ഉടനെ തന്നെ ആ ട്രെയിനിലുണ്ടായിരുന്ന സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി മോചിപ്പിക്കുകയാണ് ഉണ്ടായത്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പാകിസ്ഥാൻ ഗവൺമെന്റിനോട് അല്ലെങ്കിൽ ആർമിയോട് ഭീഷണി ഉയർത്തിയത് എങ്ങനെയാണ്? അതായത് തങ്ങൾക്കെതിരെ വല്ല പട്ടാള നടപടി എടുക്കുകയാണെങ്കിൽ ഈ ട്രെയിനിലെ ജാഫർ എക്സ്പ്രസ് എന്ന ട്രെയിനിലെ എല്ലാ പാസഞ്ചേഴ്സിനെയും തങ്ങൾ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. ബലൂചിസ്ഥാൻ എന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് മിക്ക ആൾക്കാർക്കും അറിയുന്നുണ്ടായിരിക്കും. അതായത് പാകിസ്ഥാനിൽ നിന്നും വിഭജിച്ച് ബലൂചിസ്ഥാൻ എന്ന സ്വതന്ത്രമായൊരു രാജ്യം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി പോരാടുന്ന ആളുകളാണ് ബലൂചിസ്ഥാനിലുള്ളത്. അതിലെ തന്നെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയിലെ പല ബ്രിഗേഡുകളുണ്ട്. അതിലെ മജീദ് ബ്രിഗേഡ് എന്ന ഒരു ബ്രിഗേഡാണ് ഈ ഒരു ഓപ്പറേഷന് ചുക്കാൻ പിടിച്ചിട്ടുള്ളത്. വളരെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഇത്, ഈ ഒരു ഹൈജാക്കിംഗ് ഓപ്പറേഷൻ. കാരണം ഇപ്പോൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പാകിസ്ഥാൻ ട്രെയിൻ, അതായത് ജാഫർ എക്സ്പ്രസ് ഹൈജാക്ക് ചെയ്ത സ്ഥലമുണ്ടല്ലോ, ആ ഒരു ഏരിയയില് ഈ പട്ടാളക്കാർക്ക് പെട്ടെന്ന് വന്ന ഓപ്പറേഷൻസ് നടത്താനുള്ള ഒരു ആക്സസ് റോഡ് ഇല്ല. അപ്പോ മാത്രമല്ല, അത്യാവശ്യം മല മുകളിൽ ഒരു കുന്നിൻ ചെരുവ് ആ ഒരു ഏരിയയിലാണ് ഇവർ ഈ ഒരു ഹൈജാക്കിംഗ് ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത്. അപ്പൊ എന്താ, പെട്ടെന്ന് പാകിസ്ഥാൻ പട്ടാളക്കാർക്ക് അവിടെ ഓപ്പറേഷൻസ് നടത്തുവാനായിട്ട് കയറി ചെല്ലുവാൻ എളുപ്പമില്ല. ഇപ്പൊ തന്നെ പാകിസ്ഥാൻ പട്ടാളക്കാർ കുറച്ചു പേരേനൊക്കെ ഏറ്റുമുട്ടലിൽ ഇവർ വധിച്ചിട്ടുണ്ട്. ഈ ബലൂച്ച് ലിബറേഷൻ ആർമിക്കാരെ ഇപ്പൊ പാകിസ്ഥാൻ പട്ടാളക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ ബലൂച്ച് ലിബറേഷൻ ആർമിയിൽ 2500ഓളം പോരാളികളാണുള്ളത്. പക്ഷെ പാകിസ്ഥാൻ പട്ടാളത്തിൽ ഏകദേശം 5 ലക്ഷത്തോളം ആളുകളുണ്ട്. എന്നിട്ടും ഈ പാകിസ്ഥാൻ പട്ടാളത്തിനും ബലൂച്ച് ലിബറേഷൻ ആർമി ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്നും ഒരു സ്വതന്ത്രമായ ഒരു രാജ്യം തങ്ങൾക്ക് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുവാനുള്ള പ്രധാന കാരണം എന്തെങ്കിൽ, ഇപ്പോ പാകിസ്ഥാനിലൊരു പഞ്ചാബ് ഉണ്ട്. അപ്പൊ ആ സ്ഥലത്തെ ആളുകൾക്കാണ് പാകിസ്ഥാൻ ഗവൺമെന്റ് കൂടുതൽ വില നൽകുന്നത്. അതായത് ഇപ്പോൾ ബലൂചിസ്ഥാനില് നാച്ചുറൽ റിസോഴ്സസ് കൂടുതലായിട്ട് ലഭിക്കും പാകിസ്ഥാനിലൊക്കെ വെച്ച് നോക്കുമ്പോൾ. അപ്പൊ ഈ നാച്ചുറൽ റിസോഴ്സസ് ബലൂചിസ്ഥാനിൽ നിന്ന് തട്ടിയെടുക്കുകയും അത് അവിടുത്തെ പഞ്ചാബികൾക്ക് നൽകുകയും ചെയ്യും. മാത്രമല്ല, ബലൂചിസ്ഥാനിൽ പോയിട്ട് പാകിസ്ഥാൻ പട്ടാളക്കാർ പോയിട്ട് ബലൂചിസ്ഥാനിൽ അതിക്രമങ്ങൾ നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇതൊക്കെയാണ് ഈ ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്നും ഒഴിഞ്ഞുമാറി സ്വതന്ത്രമായ ഒരു രാജ്യം വേണമെന്ന ആവശ്യം ഉന്നയിക്കുന്നത്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, അവർക്ക് ഇന്ത്യൻ രഹസ്യാന്വേഷണ സംഘടനയായ റോ ആണ് ട്രെയിനിങ് നൽകിയതെന്നും അഫ്ഗാൻ അതിർത്തിയിൽ വെച്ചിട്ടാണ് ഇവർക്ക് ട്രെയിനിങ് നൽകി എന്നൊക്കെയാണ് പാകിസ്ഥാൻ ഗവൺമെന്റിന്റെയും അവിടുത്തെ രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയുടെയും ആരോപണമുള്ളത്. പാകിസ്ഥാന്റെ ISI കാശ്മീരിൽ
കാശ്മീരിലെ ജനങ്ങളെ ഇന്ത്യക്കെതിരെ തിരിക്കുന്നത് പോലെയാണ് ഇന്ത്യയുടെ റോ ബലൂചിസ്ഥാനിൽ പോയി അവിടുത്തെ ബലൂച്ചികളെ പാകിസ്ഥാനെതിരെ തിരിക്കുന്ന എന്ന ഒരു പൊതുവായിട്ടുള്ള ഒരു ആരോപണം നിലനിൽക്കുകയാണ്. ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പാകിസ്ഥാൻ ആർമിയെ വെച്ച് നോക്കുമ്പോഴും അവർ ഒട്ടും പിന്നോക്കമില്ല. കാരണം ഇപ്പൊ ഈ പാകിസ്ഥാൻ ആർമിയുടെ കയ്യിലുള്ള അതേപോലത്തെ ഒരു വെപ്പൺസ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ ആന്റി എയർക്രാഫ്റ്റ് മിസൈൽസും ഈ ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ കയ്യിലുണ്ട്. അപ്പൊ എന്താണ്, ഈ പാകിസ്ഥാൻ ആർമിക്ക് എന്തായാലും അവിടേക്ക് ജീപ്പിലോടൊന്നും അത്ര പെട്ടെന്ന് എത്തുവാൻ സാധിക്കില്ല. അപ്പൊ ഒരു പക്ഷെ അവർ എയർക്രാഫ്റ്റ് വെച്ചിട്ട് ഈ ബലൂച്ചികളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ച ഈ ആന്റി എയർക്രാഫ്റ്റ് മിസൈൽസ് യൂസ് ചെയ്ത് അതൊക്കെ തകർക്കുവാൻ സാധിക്കും ഇവർക്ക്. അത് മാത്രമല്ല, ബലൂച്ചികളുടെ ഒരു ഏരിയയിലാണ് ഇത് ഹൈജാക്ക് ചെയ്യപ്പെട്ടത് ട്രെയിന്. അപ്പോ ഈ പാകിസ്ഥാൻ ആർമി വരികയാണെങ്കിൽ അപ്പൊ തന്നെ ബലൂചിസ്ഥാന്റെ ആളുകൾ അവരെ റിട്രീറ്റ് ചെയ്യാനുണ്ടാകും. അതും മാത്രമല്ല, എങ്ങനെയെങ്കിലും ഈ പാകിസ്ഥാൻ ആർമി എന്തെങ്കിലും ഒരു നടപടി എടുക്കുകയാണ്, തങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി എടുക്കുകയാണെന്ന് ബലൂച്ചികൾ മനസ്സിലാക്കിയാൽ ആ ട്രെയിനിലെ എല്ലാ പാസഞ്ചേഴ്സിനെ അവർ കൊന്നുകളയുമെന്ന ഭീഷണിയുണ്ട്. അപ്പോ ഈ ബലൂച്ചികളെ കുറിച്ച് പറഞ്ഞാൽ അത് നടത്തുന്ന ഒരു കൂട്ടം ആളുകളാണ്. അപ്പോ പാകിസ്ഥാൻ ആർമിക്ക് അത് അറിയാം. അപ്പൊ അവര് അത്തരത്തിലുള്ളൊരു റിസ്ക് എടുക്കുവാൻ നോക്കുകയില്ല. മാത്രമല്ല, ഒരു കൊറ്റ ബലൂചിസ്ഥാൻ അങ്ങനത്തെ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ കുറച്ചൊരു കുന്നിൻ മുകളിലുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ ഈ ബലൂച്ചികളൊക്കെ കുറച്ച് സേഫ് പൊസിഷനിലായിരിക്കും അവര് സ്ഥലം ഒരുക്കിയിട്ടുണ്ടാവും. അതായത് ഫയർ ചെയ്യാൻ വേണ്ടിയിട്ട് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം അവർ നേരത്തെ തന്നെ കണ്ടുവച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ കുന്നിൻ മുകളിൽ നിന്ന് ബലൂച്ചികൾ ഫയർ ചെയ്യുമ്പോൾ താഴത്തു കൂടെ നടന്നു വരുന്ന പാകിസ്ഥാൻ ആർമിക്ക് കൊള്ളുകയും അവർക്ക് വലിയൊരു കാഷ്വാലിറ്റീസ് വരുവാനും സാധ്യതയുണ്ട്. ഇത് കുറച്ചുകൂടിയും ഭംഗിയായി പറഞ്ഞ, കാർഗിലിൽ എന്താണോ നമ്മുടെ സൈനികർക്ക് സംഭവിച്ചത്, റഫായിട്ട് അതിന്റെ തന്നെ ഇപ്പൊ പാകിസ്ഥാൻ ആർമിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗായ്സ്, അപ്പോൾ എനിക്ക് ഈ വീഡിയോയിലൂടെ ഇത്രയാണ് പറയാനുള്ളത്. ഈ ന്യൂസിനെ കുറിച്ച് അല്ലെങ്കിൽ ഹൈജാക്കിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയാണ് അഭിപ്രായമുള്ളത് എങ്കിൽ ഈ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് ആണ് ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ വീഡിയോ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം. അപ്പോൾ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.